നമസ്കാരം. ഇന്ത്യയുടെ അതിർത്തിയോട് ചേർന്ന് ടിബറ്റിലെ ബ്രഹ്മപുത്ര നദിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കാൻ ഇതാ ചൈന അനുമതി നൽകിയിരിക്കുന്നു. അനുമതിയല്ല, ചൈന തീരുമാനമെടുത്തിരിക്കുന്നു. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് ഈ ഏറ്റവും വലിയ അണക്കെട്ടെന്നാണ് ചൈനയുടെ ഭാഷ്യമെങ്കിലും ചൈന തങ്ങളുടെ അതിർത്തികളിൽ വിന്യസിച്ചിരിക്കുന്ന ഏതൊരു മാരക ആയുധത്തെക്കാളും ഇന്ത്യക്ക് ഭീഷണിയാകും ആ ഡാം എന്നതിൽ ഒരു സംശയവുമില്ല. കാരണം അത് ഇന്ത്യയുടെ ഒരു ഭാഗത്തെ മാത്രമല്ല, ബംഗ്ലാദേശിനെ ഒന്നടങ്കം പ്രളയത്തിൽ മുക്കാൻ ശേഷിയുള്ള ഒരു ജലബോംബാണ്. ഒരു യുദ്ധ സാഹചര്യം ഉണ്ടാക്കിയാൽ ഇന്ത്യയുടെ ബാലൻസ് തെറ്റിക്കാൻ, ഇന്ത്യയുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ ഈ ഡാം തുറന്നുവിടാൻ ശ്രമിക്കും, അല്ലെങ്കിൽ തുറന്നുവിടുമെന്ന ഹീനകൃത്യം ചെയ്യാൻ ചൈന മടിക്കില്ല. കാരണം അതിർത്തിയിലെ ഡങ്പാങ്ങിലും മറ്റും സംഘർഷമുണ്ടായപ്പോൾ ഇന്ത്യൻ സൈനികർക്കെതിരെ മുള്ളുവടികൾ വരെ ഉപയോഗിച്ച് ആക്രമണം നടത്തിയ നികൃഷ്ടജീവികളാണ് ഈ ചൈനക്കാർ. അതുകൊണ്ട് തന്നെ ഒരു ആണവ യുദ്ധത്തോളം ശക്തിയുള്ള ജലബോംബിങ്ങിലൂടെ ഇന്ത്യയുടെ ഒരു ഭാഗം ഞൊടിയിട കൊണ്ട് നാമാവശേഷമാക്കാം എന്നൊരു കണക്കുകൂട്ടലാണ് ചൈനയുടെ തന്ത്രം. അരുണാചൽ പ്രദേശ്, ആസാം, മേഘാലയ, നാഗാലാൻഡ്, വെസ്റ്റ് ബംഗാൾ, സിക്കിം എന്നീ സംസ്ഥാനങ്ങൾക്ക് കടുത്ത ഭീഷണിയാകും ഈ ചൈനയുടെ ഈ ബ്രഹ്മപുത്ര നദിയിൽ അണക്കെട്ട്. ഇത് മനസ്സിലാക്കി ഈ വിഷയം ചൈനീസ് അതിരുടെ മുന്നിൽ ഇന്ത്യ നേരത്തെ തന്നെ തുറന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ലഭിച്ച മറുപടി, നദിയുടെ ഒഴുക്കുമായി ബന്ധപ്പെട്ട പദ്ധതികൾ മാത്രമേ തങ്ങൾ ഏറ്റെടുക്കുന്നുള്ളൂ, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക മാത്രമാണ് ലക്ഷ്യം, അല്ലാതെ മറ്റൊന്നുമില്ലെന്നാണ്. എങ്കിലും ഒരു കൊച്ചു കുഞ്ഞിന് പോലും അറിയാം, ഡാമിൽ ജലം കെട്ടി നിർത്തി ഈ ബ്രഹ്മപുത്രയിലേക്ക് തുറന്നു വിട്ടാൽ അത് മറുകരയിൽ ഉണ്ടാക്കുന്ന ദൂഷ്യവശങ്ങളെക്കുറിച്ച്. ചെറിയ ഡാമല്ല, ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു അണക്കെട്ടാണ് ചൈന അവിടെ നിർമ്മിക്കാൻ പോകുന്നത് എന്നാണ് ഇന്ത്യക്ക് ഗുരുതരമായ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്കിലും ബ്രഹ്മപുത്രയിലെ എല്ലാ ചൈനയുടെ നീക്കങ്ങളും സംഭവവികാസങ്ങളും ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ബ്രഹ്മപുത്രയുടെ ടിബറ്റൻ നാമമാണ് യാർലുങ് സാങ്ബോ. അങ്ങനെയാണ് നദിയെ ചൈനക്കാർ വിളിക്കുന്നത്. അതിൻ്റെ താഴ്വരയിലാണ് പദ്ധതി വരാൻ പോകുന്നത്. എത്ര ആയിരം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുമെന്ന് ചൈന ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അണക്കെട്ട് നിർമ്മാണത്തിന് പക്ഷേ $137 ബില്യൺ ചിലവാക്കുമെന്നാണ് ചൈനയുടെ കണക്കൂട്ടൽ. നിലവിൽ ലോകത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത നിലയമായ ത്രീ ഗോർജസ് അണക്കെട്ടിനേക്കാൾ 3 ഇരട്ടി ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ യാർലുങ് സാങ്ബോ നദിയുടെ തീരത്തുള്ള താഴ്വരയിലുള്ള ഈ അണക്കെട്ടിന് സാധിക്കുമെന്ന് ചൈന സാധ്യതാ പഠനം നടത്തി തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാകും ഇത് ലോകത്തെ തന്നെ ഏറ്റവും വിനാശകരമായൊരു അണുബോംബാണെന്ന്. എന്നാൽ ചൈനയ്ക്കുള്ളിൽ ഇത് പാരിസ്ഥിതിക ആഘാതം അത്രയധികം ഉണ്ടാക്കില്ല എന്നാണ് കണക്കുകൂട്ടൽ. ടിബറ്റിലെ ഏറ്റവും നീളം കൂടിയ നദിയായ യാർലുങ് സാങ്ബോയുടെ ഒഴുക്ക് വഴിതിരിച്ചു വിട്ടുകൊണ്ടാണ് ഈ ഡാം നിർമ്മിക്കാനായിട്ട്. നംച ബർവ പർവ്വതത്തിലൂടെ 20 കിലോമീറ്റർ നീളമുള്ള 4 തുരങ്കങ്ങളെങ്കിലും ഈ ജലം ഒഴുക്കി വിട്ട് വൈദ്യുതോർജ്ജമാക്കാൻ നിർമ്മിക്കേണ്ടി വരുമെന്നാണ് ചൈനയുടെ കണക്കുകൂട്ടൽ. അപ്പോൾ ഇന്ത്യക്ക് അതും സുരക്ഷാ ഭീഷണിയാണ്. ഈ തുരങ്ക നിർമ്മാണത്തിൻ്റെ മറവിൽ ഇന്ത്യയിലേക്കുള്ള തുരങ്കങ്ങൾ അത് ചൈന യഥേഷ്ടം നിർമ്മിച്ചു കൂട്ടുമെന്ന് ഒരു സംശയവുമില്ല. അങ്ങനെ ഇന്ത്യയുടെ അതിർത്തി വീണ്ടും പുകയാൻ പോവുകയാണ്. 2 മാസം മുമ്പാണ് ചൈനീസ് നേതൃത്വവും ഇന്ത്യൻ നേതൃത്വവും തമ്മിൽ ചർച്ച നടത്തി, പ്രധാനമന്ത്രി തലത്തിൽ ഉള്ള ചർച്ചകളെല്ലാം നടത്തിയിട്ട് അതിർത്തിയിലെ സൈനികരെ പിൻവലിക്കാൻ തീരുമാനിച്ചത്. ആ പിന്മാറ്റം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് ചൈന ഇങ്ങനെ ഒരു വലിയൊരു ദുരന്ത മുന്നറിയിപ്പുമായി ഇന്ത്യക്ക് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ന്യൂഡൽഹി വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. തക്ക സമയത്ത് തക്ക മറുപടി ഉണ്ടാകും, തക്ക നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് വിദേശകാര്യ വക്താക്കൾ പ്രതികരിക്കുന്നത്.